അതെ, കാത്തു കാത്തുക്കുട്ടി അങ്ങനെയൊക്കെയാണ് എല്ലാവരും വിളിക്കുക. കാർത്തി എന്നാണ് ശരിക്കുള്ള പേര്. ഏത് ക്ലാസ്സിലാണ്? സിക്സ്ത്തിലാണ്. കാർത്തി അതായത് ഒരു കൊച്ചു സെലിബ്രിറ്റി ആണ് കേട്ടോ ചേച്ചി. ഇവിടെ എന്താ പറയാ, ഇവിടത്തെ ഒരു സീരിയലില് ക്യാരക്ടർ ചെയ്യാൻ വന്നിട്ടുണ്ട്. പിന്നെ ഷോർട്ട് ഫിലിം ഉടുപ്പ് അല്ലേ, ഉടുപ്പ് എന്നല്ലേ, അതിൽ ബെസ്റ്റ് ആക്ട്രസ് അവാർഡൊക്കെ കിട്ടി. ഓ സൂപ്പർ. അങ്ങനെ ഒരു കൊച്ചു സെലിബ്രിറ്റിയാണ്. പിന്നെ അഹാന അതായത് ഒരു വെബ് സീരീസ് ഇപ്പൊ ഡയറക്ട് ചെയ്തിരുന്നു, Me, Myself and I. യെസ്. അതിലും ഒരു ഭയങ്കര പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്ന കാർത്തിയാണ്. വേറെ എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? ഇതൊക്കെയാണ് നമുക്കറിയുന്ന വിശേഷങ്ങൾ. പിന്നെ ഇനി ഇപ്പൊ ഒരു മൂവി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്റെ പേര് തോൽവി FC എന്നാണ്. തോൽവി. ആരാ അഭിനയിക്കുന്നത്? അഭിനയിക്കുന്ന ജോർജ് ചേട്ടൻ. ജോർജ് കോര. ജോർജ് ചേട്ടൻ. പിന്നെ അതിങ്ങനെ അതിന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ തിരക്കിന്റെ ഇടയിൽ റെഡ് കാർപ്പറ്റിൽ നിന്ന് ഒരു വിളി വന്നു. അപ്പൊ അതുകൊണ്ട് വന്നതാണ്. സ്കൂളിലൊരു ചെറിയ സെലിബ്രിറ്റി ആണോ? ആണ്. അപ്പൊ പഠിച്ച് വലുതായിട്ട് ആരാവാൻ ഇഷ്ടം കാർത്തിക്ക്? ഒന്നെങ്കിൽ ഡാൻസ് ടീച്ചർ ആവണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഈ ആക്ടിങ്. അതെ, സൂപ്പർ. എന്തായാലും ആ ഒരു ആഗ്രഹം സാധിക്കട്ടെ. ഇപ്പോഴേ തന്നെ അതിനുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള അവസരം കിട്ടിയല്ലോ ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ. ചേച്ചിയും ഏകദേശം ഈ ഒരു പ്രായത്തിൽ അല്ല, ഇതിനേക്കാളും കുറച്ചും. ഞാൻ 4 വയസ്സിൽ എന്റെ അരങ്ങേറ്റം കഴിഞ്ഞു. 4 വയസ്സിൽ അരങ്ങേറ്റം കഴിഞ്ഞു. മോളുടെ അരങ്ങേറ്റോ? UKG കഴിഞ്ഞു. അപ്പൊ എപ്പോഴാ പഠിച്ചത്? 3 വയസ്സിൽ പഠിച്ചു തുടങ്ങി. അമ്പലത്തിലാണോ അരങ്ങേറ്റം ചെയ്തത്? ആണ്. ടീച്ചറുടെ പേര് എന്താ? പഠിക്കുന്ന ടീച്ചർ ആരുടെ? അമ്മ ഡാൻസ് ടീച്ചർ. ഓ, അമ്മയുടെ ഡാൻസ് ടീച്ചർ. അത് ശരി, അമ്മയോട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അമ്മയെ കൂടി ഒന്ന് പരിചയപ്പെടാം അല്ലേ? നമസ്കാരം, പേര് പറയൂ. എന്റെ പേര് വിജയലക്ഷ്മി. അപ്പൊ വിജയലക്ഷ്മി ടീച്ചറാണ് കാർത്തിയുടെ അമ്മ. അപ്പൊ എങ്ങനെയാണ് ഒരു മകളും ഒരു സ്റ്റുഡന്റുമായിട്ടും വരുമ്പോ? ഭയങ്കര ബുദ്ധിമുട്ടാണ് ഹാൻഡിൽ ചെയ്യാൻ അല്ലേ? നല്ല ബുദ്ധിമുട്ടാണ്. അപ്പൊ സ്റ്റുഡന്റ് ആയിട്ടുള്ള കാർത്തിയെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? കുറച്ച് മടിയുണ്ട്. അപ്പൊ എപ്പോഴേക്കും വിചാരിച്ചിട്ടുണ്ടോ അന്ന് ഇനി വേറെ ഒരു ഗുരുവിന്റെ അടുത്ത് കൊണ്ടുപോകാം, അതാണ് നല്ലതെന്ന് ചേച്ചി വിചാരിച്ചിട്ടുണ്ടോ? വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ അവൾക്ക് മാറി പഠിക്കാനും വെച്ചിട്ട് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അപ്പൊ സിനിമാറ്റിക്കും വെസ്റ്റേണും ഒക്കെ വേറൊരു സാറിന്റെ അടുത്ത് തന്നെയാണ് പഠിക്കുന്നത്. ചേച്ചി എത്ര നാളായി ഈ ഒരു പഠിപ്പിക്കൽ രംഗത്ത്? ഞാനൊരു 20 വർഷം കൊണ്ട് 20 വർഷമായിട്ട് പഠിപ്പിക്കുന്നു. ചേച്ചി ഏത് വയസ്സിൽ മുതൽ പഠിച്ചു തുടങ്ങി? ഇതേപോലെ 3 വയസ്സിൽ തന്നെ തുടങ്ങി? ഞാനൊരു 10 വയസ്സ് തൊട്ട് പഠിച്ചു തുടങ്ങിയത്. 10 വയസ്സ് മുതലാണ് പഠിച്ചു തുടങ്ങി. അപ്പൊ ഡാൻസ് തന്നെയാണ് ഡിഗ്രി ഒക്കെ അങ്ങനെ ചെയ്തു അല്ലേ? ഡിഗ്രി ഡാൻസ് തന്നെയാണ് എടുത്തത്. സൂപ്പർ, അടിപൊളി. ഇനി തൊട്ടടുത്തിരിക്കുന്നതും ഒരു സെലിബ്രിറ്റി തന്നെയാണ്. നമ്മുടെ ഇപ്പോ അമൃത TV-ല് സംരക്ഷണം ചെയ്യുന്ന ഒരു സീരിയലില് ഒരു കഥാപാത്രം അവതരിപ്പിച്ച് ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. പേര് പറയൂ. എന്റെ പേര് ഗിരി. അപ്പൊ ഗിരി ഭയങ്കര സീരിയസ് ആണോ? ഫുൾ ഫണ്ടാണ്. ക്യാരക്ടർ ഭയങ്കര സീരിയസ് ആണ് അല്ലേ അതിലെ? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8th പഠിക്കുന്നു. ഇങ്ങനെ ഈ ക്യാരക്ടറിന് വേണ്ടിയാണോ മുടി ഇങ്ങനെ നീട്ടിയത്, അതെയോ പൊതുവെ ഇങ്ങനെയാണോ? പൊതുവെ ഇങ്ങനെയാണ്. അപ്പൊ ഒരു ക്യാരക്ടറിന് വേണ്ടി മുടി മൊട്ടയടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യോ? നല്ല ക്യാരക്ടറാണ്. അതായത് മോഹൻലാലിന്റെ മകനായിട്ടാണ്. എല്ലപ്പോ ഒരു മൊട്ട അടിക്കാം അല്ലേ? മുടി വളരും, ചെറിയ പ്രായമല്ലേ. പക്ഷെ ഈ സിനിമയുടെ അവസരം പിന്നെ കിട്ടില്ല. മൊട്ടടിക്കാം. റെഡി? ഓക്കെ. അവസരം കൊടുത്തില്ല കൊച്ചിനെ ആശിച്ചിട്ട്. ഞാൻ അവസരം തരുന്നല്ല പറഞ്ഞത്, അങ്ങനെ ഒരു കാര്യം വന്നാൽ നമുക്ക് മുടി മൊട്ട അടിക്കണം എന്ന് പറഞ്ഞത് അല്ലേ? അങ്ങനെ നാളെ രാവിലെ മൊട്ട അടിച്ചിട്ട് വാട്സപ്പിൽ എനിക്ക് ഫോട്ടോ അയച്ചതിന് ഒരു കാര്യമില്ല കേട്ടാ. ഓക്കെ, ശരി. രണ്ടുപേരുടെയും ഇഷ്ടങ്ങൾ തമ്മിൽ ഡിഫറെന്റ് ആണോ? നല്ല വ്യത്യാസമുണ്ട്. നല്ല വ്യത്യാസം. ആരാണ് കൂടുതൽ ടോക്കറ്റീവ് അല്ലെങ്കിൽ ഭയങ്കര സ്മാർട്ട് ആയിട്ട് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്? കുറച്ച് സംസാരം അവൾക്ക് കൂടുതൽ. കാർത്തികയാണ് കൂടുതൽ. ഈ ആള് കുറച്ച് സൈലന്റ് ആണ്. ഭയങ്കര സൈലന്റ് ഒന്നും അല്ല, എന്നാലും അതെ, എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ക്യാരക്ടർ പിടിച്ചു വെക്കും. ശരി, ഓക്കെ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ജീവിത കാര്യങ്ങൾ. വീട്ടില് വേറെ ആരെങ്കിലും ഉണ്ടോ? ഹസ്ബൻഡ് ഉണ്ട്. ഹസ്ബൻഡ് എന്ത് ചെയ്യണു? ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ ആണ്. ഇവിടെ നാട്ടിൽ തന്നെ? ഇവിടെ തിരുവനന്തപുരം തന്നെ. ശരി. അപ്പൊ ഇനി പറയൂ, കാർത്തിക്ക് ഇഷ്ടമുള്ള ആക്ടർ ആരാണ്? യഷ്. KGF. ഓ, അതിനു മുമ്പ് വന്നവരൊക്കെ ഒന്നും പിന്നെ ഇഷ്ടമല്ല. യഷിനാണ് ഇഷ്ടം. കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഭയങ്കര ഫാനാണ്. അതെ, അപ്പൊ അടിപൊളി. ശരി. അപ്പൊ അങ്ങനെ ഡാൻസ് പഠിത്തം, അതുപോലെ തന്നെ സ്കൂളിലെ പഠിത്തം, അതിനൂടെ പാട്ടുണ്ടോ? പാട്ടില്ല, ഡാൻസ് ആണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തത്. പിന്നെ അതിന്റെ കൂടെ അഭിനയവും അങ്ങനെയൊക്കെയാണ് കാർത്തിയുടെ ഒരു. ഇന്നിപ്പോ ഇവിടെ എന്താ പെർഫോം ചെയ്യാൻ പോകുന്നത്? ഇന്നിവിടെ സെമി ക്ലാസിക്കൽ ഡാൻസ് ആണ്. സെമി ക്ലാസ്സിൽ. അത് അമ്മ കുറിയോ ചെയ്താണോ? അതിനൊരു ഉറപ്പില്ല. അതെ, അത് ഞാൻ വീഡിയോ നോക്കി പഠിച്ചതാ. പിന്നെ അമ്മ കറക്ഷൻ ചെയ്ത് കുറച്ച് സ്റ്റെപ്സ് ഒക്കെ മാറ്റി, എനിക്ക് ഡിഫിക്കൽട്ട് തോന്നുന്നതൊക്കെ മാറ്റി. ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് ആ പെർഫോമൻസ് കാണാം അല്ലേ ചേച്ചി? സൂപ്പർ.